മലയിടംതുരുത്ത് പാരിയത്തുകാവ് ഉന്നതി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചകൾ ഇന്ന് നടക്കും. വൈകിട്ട് 5 മണിക്ക് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് യോഗം. നിലവിലെ ഭൂമിയിൽ തന്നെ താമസിക്കണമെന്ന ആവശ്യമാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇക്കാര്യത്തിൽ കോടതി ഇവിടെ താമസിക്കുന്നവർക്കെതിരാണ്. ഇനി ചർച്ചയിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കാണാനാവൂ എന്നുള്ള സ്ഥിതിയിലാണ് ഈ ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ നടക്കുന്നത്. സമാന്തരമായി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സർക്കാർ ഒരു അനുനയ ചർച്ച നടത്തുന്നത്. നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സൂചന എന്നത് 5 സെന്റ് ഭൂമിയും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും വീടും എന്നുള്ള മട്ടിലുള്ള ഒരു നിർദ്ദേശമാണ്. പക്ഷേ സർക്കാർ അവിടെ താമസിക്കുന്ന ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോഴെന്താണ് ഈ ചർച്ചയുടെ പുരോഗതി നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഹർഷൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ മലയിടംതുരുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ വെട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം 53 കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളോട് ഒഴിഞ്ഞു പോകാൻ കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം തന്നെ അഭിഭാഷക കമ്മീഷന്റെ അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് അഭിഭാഷക കമ്മീഷൻ മുഖേന നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യവും കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനിടയിലാണ് സർക്കാർ ഒരു അനുനയ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടാം ഘട്ട ചർച്ചയാണ്. നേരത്തെ ഒരു ചർച്ച നടത്തിയിരുന്നു, പക്ഷേ ആ ചർച്ച എങ്ങും എത്താതെ അവസാനിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ഒരു രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. കാക്കനാട് കളക്ട്രേറ്റിൽ വൈകുന്നേരം 5 മണിയോടുകൂടിയായിരിക്കും ചർച്ച. ഇതിൽ ഈ ഭൂമി ഉടമയായിട്ടുള്ള ശങ്കരമേനോന്റെ കുടുംബം അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദമെന്ന് പറയുന്നത്, നിലവിൽ ഈ 53 കുടുംബവും താമസിക്കുന്ന സ്ഥലം തങ്ങൾക്ക് തരിക, പകരം മറ്റൊരു സ്ഥലം കൊടുക്കാം, അതിന് തൊട്ടുപിറകിലായി ഉള്ള സ്ഥലം കൊടുക്കാം, ഒരു കുടുംബത്തിന് 5 സെന്റ് വീതം നൽകാമെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാർ പറയുന്നത് അതിൽ ഒരു വീട് സർക്കാർ കെട്ടിക്കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇതിനൊന്നും ഈ സമരക്കാർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത്, ഞങ്ങളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുമ്പോഴും ഇത് സർക്കാർ ഒരു അനുനയ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുകയാണ്. റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ഇന്നും ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഒരു അനുനയ ശ്രമം ഉണ്ടാകുകയും ചെയ്യും. ഒപ്പം തന്നെ അത് പ്രശ്നപരിഹാരം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. പക്ഷേ സമരക്കാരോ അല്ലെങ്കിൽ ശങ്കരമേനോന്റെ കുടുംബമോ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. മുൻപ് പലതവണ ചർച്ചകൾ നടത്താൻ ശ്രമം നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ചർച്ചയും നടത്തി. പക്ഷേ അതെങ്ങും എത്താതെ പിരിയുകയാണ് ഉണ്ടായത്. 26 തവണയാണ് ഈ ഭൂമി ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അഭിഭാഷക കമ്മീഷൻ എത്തിയിരുന്നത്. പക്ഷേ അപ്പോഴെല്ലാം ആ പ്രദേശവാസികളുടെയും ഒപ്പം തന്നെ CPM അടക്കമുള്ള ഇടത് സംഘടനകളുടെയും എതിർപ്പ് കാരണം ആ കുടിയൊഴിപ്പിക്കലിൽ നിന്നും പോലീസിന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ അഭിഭാഷക കമ്മീഷന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു. ഇനി എത്രയും പെട്ടെന്ന് 2 ആഴ്ചക്കുള്ളിൽ കുടിയൊഴിപ്പിക്കൽ നടപ്പിലാക്കണമെന്നുള്ളത് തന്നെയാണ് മുൻസിഫ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുൻസിഫ് കോടതിയുടെ നിർദ്ദേശവും. അതുകൊണ്ട് തന്നെ ഒരു കോടതി അലക്ഷ്യ നടപടികളിലേക്ക് പോകാതിരിക്കാൻ പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാനായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടാകുക. റോജി എം ജോൺ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയധികം കുടുംബങ്ങളുടെ ഒരു വിഷയം കൂടി ആയതുകൊണ്ട് ഇവരെയൊക്കെ തെരുവിലേക്ക് പറഞ്ഞുവിടാൻ കഴിയുകയുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കുമ്പോൾ അത് 2 കൂട്ടർക്കും അനുകൂലമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നപരിഹാരം വൈകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർഷൻ.